ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചതും ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒന്നാണ് നാഷണൽ ഹെറാൾഡ് കേസ്. ഇപ്പോഴിതാ കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് ഈ കേസിൽ പുതിയ ഒരു നീക്കം ഉണ്ടായിരിക്കുകയാണ്. സോണിയാഗാന്ധി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുൾപ്പെടെ 8 പേർക്കെതിരെ ഡൽഹി പോലീസിന്റെ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം പുതിയ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. പുതിയ കേസിൽ സോണിയാഗാന്ധി 1-ാം പ്രതിയും രാഹുൽ ഗാന്ധി 2-ാം പ്രതിയുമാണ്. 2024 ജൂൺ 30-ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് EOW-വിന് സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് FIR ഫയൽ ചെയ്തത്. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡും യങ് ഇന്ത്യൻ പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിലുള്ള ഇടപാടുകളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നും ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ED കണ്ടെത്തിയിരുന്നു. രാഹുലിനും സോണിയയ്ക്കും പുറമെ 6 വ്യക്തികളും 3 കമ്പനികളും പ്രതികളാണ്. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് മേധാവി സാം പിട്രോഡ, കോൺഗ്രസ് നേതാവ് സുമൻ ദുബൈ എന്നിവരും പ്രതിപ്പട്ടികയിലുണ്ട്. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ്, യങ് ഇന്ത്യൻ ഡോട്ടെക്സ് മർച്ചൻഡൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവയാണ് പ്രതിപ്പട്ടികയിലുള്ള സ്ഥാപനങ്ങൾ. ക്രിമിനൽ ഗൂഢാലോചന, സത്യസന്ധമല്ലാത്ത സ്വത്ത് ദുരുപയോഗം, ക്രിമിനൽ വിശ്വാസലംഘനം, വഞ്ചന എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന്റെ നിയന്ത്രണം അനധികൃതമായി ഏറ്റെടുക്കാൻ നേതാക്കളും അവരുടെ കൂട്ടാളികളും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് ആരോപണം. EDയുടെ വിശദമായ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ FIR. ഇതോടെ വർഷങ്ങളായി കോടതി നടപടികളിൽ തുടരുന്ന കേസ് കൂടുതൽ ശക്തമാവുകയും ഇത് രാഷ്ട്രീയമായി വലിയ ചലനമുണ്ടാക്കുകയും ചെയ്യും. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻവെസ്റ്റിഗേറ്റീവ് യൂണിറ്റ് 2008-നും 2024-നും ഇടയിലുള്ള അന്വേഷണ കണ്ടെത്തലുകൾ പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് പുതിയ നിയമ നടപടി ഉണ്ടായിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ സെക്ഷൻ 66(2) പ്രകാരം ഒരു ഷെഡ്യൂൾഡ് കുറ്റകൃത്യം രജിസ്റ്റർ ചെയ്യാനും അന്വേഷിക്കാനും മറ്റൊരു ഏജൻസിയോട് ആവശ്യപ്പെടാൻ EDക്ക് സാധിക്കും. യങ് ഇന്ത്യൻ എന്ന കമ്പനി വഴിയാണ് ഏറ്റെടുക്കൽ നടന്നതെന്നാണ് പ്രധാന ആരോപണം. ഈ കമ്പനിയിൽ ഗാന്ധി കുടുംബത്തിന് 76% ഓഹരികളുണ്ട്. റൌസ് അവന്യൂ കോടതിയിൽ ED സമർപ്പിച്ച പ്രധാന അവകാശവാദങ്ങൾ കേസിന്റെ കാതൽ വ്യക്തമാക്കുന്നു. യങ് ഇന്ത്യൻ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ED ആരോപിക്കുന്നു. AJLന്റെ ഉടമസ്ഥാവകാശം കൈമാറ്റം വെറും 7 ഓഹരി ഉടമകൾ മാത്രമാണ് തീരുമാനിച്ചതെന്നും ഈ ജനറൽ ബോഡി മീറ്റിംഗ് ഒറ്റനോട്ടത്തിൽ ഒരു വഞ്ചനയാണെന്നും ED പറയുന്നു. പ്രധാന ഓഹരി ഉടമകളെ ഒഴിവാക്കിക്കൊണ്ട് AJLന്റെ സ്വത്തുക്കളിൽ നിന്നും ഓഹരികളിൽ നിന്നും അവർക്ക് നഷ്ടം വരുത്തിക്കൊണ്ട് യങ് ഇന്ത്യൻ നേട്ടങ്ങൾ സ്വന്തമാക്കിയെന്നാണ് ആരോപണം. എന്താണ് നാഷണൽ ഹെറാൾഡ് കേസ്? 2012-ൽ BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി നൽകിയ പരാതിക്ക് പിന്നാലെയാണ് നാഷണൽ ഹെറാൾഡ് കേസ് പുറത്തറിയുന്നത്. 2014 ജൂൺ 26-ന് ന്യൂഡൽഹിയിലെ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് പട്യാല ഹൗസ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2021-ലാണ് ED അന്വേഷണം ആരംഭിച്ചത്. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ ഉടമകളായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ദി അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡ് AJL എന്ന കമ്പനിയെ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള യങ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനി തട്ടിയെടുത്തെന്നാണ് പരാതി. 2000 കോടിയോളം വില വരുന്ന സ്വത്തുവകകൾ നിസാര വിലയ്ക്ക് സോണിയയും രാഹുലും ചേർന്ന് സ്വന്തമാക്കി. 2008-ൽ 90 കോടിയുടെ കടബാധ്യതയുമായി നാഷണൽ ഹെറാൾഡ് അടച്ചുപൂട്ടിയിരുന്നു. ബാധ്യത തീർക്കാൻ നാഷണൽ ഹെറാൾഡിന്റെ ഉടമസ്ഥരായ അസോസിയേറ്റഡ് ജേർണൽസ് ലിമിറ്റഡിന് കോൺഗ്രസ് 90 കോടി രൂപ വായ്പ നൽകി. ഈ തുക തിരിച്ചടയ്ക്കാൻ AJLന് കഴിഞ്ഞിട്ടില്ല. 2010-ൽ UPA സർക്കാരിന്റെ ഭരണകാലത്ത് സോണിയയും രാഹുലും ഡയറക്ടർമാരായി യങ് ഇന്ത്യ ലിമിറ്റഡ് രൂപീകരിച്ചു. ഇതോടെ കോൺഗ്രസ് നൽകിയ വായ്പ യങ് ഇന്ത്യയുടെ പേരിലേക്ക് മാറ്റി. യങ് ഇന്ത്യക്ക് പണം നൽകാനും AJLന് കഴിഞ്ഞില്ല. ഇതോടെയാണ് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി യങ് ഇന്ത്യക്ക് സ്വന്തമാകുന്നത്. 2010-ലാണ് കമ്പനിയുടെ കൈമാറ്റ ഇടപാടുകൾ നടന്നത്. കേസിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, പവൻ ബൻസാൽ തുടങ്ങിയ നേതാക്കളെയും ED ചോദ്യം ചെയ്തിരുന്നു. യങ് ഇന്ത്യൻ ഒരു ചാരിറ്റി പ്രവർത്തനവും നടത്തിയില്ലെന്നും എന്നാൽ സംഭാവന നൽകുന്ന ആർക്കും ടിക്കറ്റ് നൽകിയിരുന്നുവെന്നും ED കോടതിയെ അറിയിച്ചു. കൊൽക്കത്ത ആസ്ഥാനമായുള്ള ഡോട്ടെക്സ് മർച്ചൻഡൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഷെൽ കമ്പനിയായി പരാതിയിൽ വിശേഷിപ്പിക്കപ്പെട്ട സ്ഥാപനം യങ് ഇന്ത്യക്ക് 1 കോടി രൂപ നൽകിയതായും ഈ തുകയിൽ നിന്ന് ഗാന്ധി കുടുംബം 50 ലക്ഷം രൂപ കോൺഗ്രസിന് നൽകിയതായും ED കണ്ടെത്തിയിരുന്നു. അന്തരിച്ച മുൻ നേതാവ് അഹമ്മദ് പട്ടേലിന്റെ നിർദ്ദേശപ്രകാരമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി ജയന്തി ഭായ് പട്ടേലും ജിമ്മി ഭായ് പട്ടേലും 1 കോടി രൂപ സംഭാവന ചെയ്തതെന്ന് ED സമർപ്പിച്ച ദാതാക്കളുടെ പ്രസ്താവനകളിൽ പറയുന്നു.
കൂടാതെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവരും വ്യാജ സംഭാവനകൾ നൽകിയതായി ഏജൻസി ആരോപിച്ചു. DK ശിവകുമാർ വ്യക്തിപരമായി 25 ലക്ഷം രൂപയും ട്രസ്റ്റ് വഴി 2 കോടി രൂപയും സംഭാവന ചെയ്തു. എന്നാൽ യങ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തനിക്ക് അറിവില്ല എന്നാണ് DK സമ്മതിച്ചത്. അന്വേഷണത്തിന്റെ ഭാഗമായി നിരവധി കോൺഗ്രസ് നേതാക്കളുടെ മൊഴികൾ ED ശേഖരിച്ചു. പുതിയ FIR രജിസ്റ്റർ ചെയ്തതോടെ ഈ വിഷയം വീണ്ടും വലിയ ചർച്ചാ വിഷയമാവുകയാണ്. രാഷ്ട്രീയ പകപോക്കലായി കോൺഗ്രസ് ഇതിനെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും നിയമപരമായ നടപടികൾ മുന്നോട്ട് തന്നെ പോവുകയാണ്.